ഇവിടെ ഒരു രാജാവ് കണ്ണ് കാണാത്ത ഒരാളെ ഒരു ഗ്രൗണ്ടിൽ ഒറ്റയ്ക്ക് നിർത്തുകയാണ്. അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കോടാലി മാത്രമാണുള്ളത്. അവിടേക്കൊരു കൊടൂരമായ സിംഹത്തെ ഇറക്കി വിടുകയും ചെയ്യുന്നുണ്ട്. ഇവന് ചെവി മാത്രം കേൾക്കാം. അതുകൊണ്ട് തന്നെ അവൻ ശബ്ദം വരുന്നത് നോക്കിയിട്ട് അതിൻ്റെ ദിശ മനസ്സിലാക്കിയതിന് ശേഷം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി എടുത്ത് അതിൻ്റെ നേരെ ആഞ്ഞെറിയുകയാണ്. അങ്ങനെ അതിൻ്റെ ദേഹത്തത് കൊള്ളുകയും അത് ചത്ത് അവൻ്റെ കാലിൻ്റെ കീഴ്ത്ത് തന്നെ വന്ന് വീഴുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട രാജാവ് ആകെ ഷോക്കായി പോവുകയും ഇത് കണ്ട് ആളുകളെല്ലാം അനങ്ങാതെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പം രാജാവ് ഒന്നല്ല രണ്ട് കൊടൂരമായ സിംഹത്തെ അവിടേക്ക് തുറന്നു വിടുകയാണ്. മാത്രമല്ല അയാളുടെ ഭടന്മാരോട് പറയുന്നുണ്ട് അവനെ പുറകിൽ നിന്ന് കുത്താനായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ അവനെ ഒരു സൈഡിൽ നിന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിലൊരു സിംഹം ഓടി വരുന്നത് ഇവൻ ശബ്ദം വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പുറകിൽ നിന്ന് അവനെ വെച്ച് കുത്തുന്നില്ലായിരുന്നു. ആ ആയുധം അവൻ ചാടിയെടുത്തതിന് ശേഷം ആ സിംഹത്തിൻ്റെ മുകളിലേക്ക് ചാടി കയറി ഒറ്റ കുത്തിന് അതിനെയും കൊല്ലുകയും ചെയ്യുകയാണ്. എന്നാൽ മറ്റൊരു സിംഹം കൂടി ഉണ്ടായിരുന്നല്ലോ, അത് അവൻ്റെ കാലിൽ പിടിച്ച് വലിച്ച് അവനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവൻ്റെ സുഹൃത്ത് അവൻ്റെ അടുത്തൊരു ആയുധം കിടക്കുന്നതായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. അവൻ പെട്ടെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് എങ്ങനെയൊക്കെയോ എടുത്തതിന് ശേഷം ആ സിംഹത്തെ അവിടെ വെച്ച് കുത്തിക്കൊല്ലുകയും ചെയ്യുകയാണ്.